പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഇന്നലെ ഒരു അറിയിപ്പ് കൊടുത്തു. അതെ, ഇന്ത്യ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിലേക്ക് ഒരു ആക്രമണം നടത്താനുള്ള ആവശ്യകത വന്നിരിക്കുകയാണ്. ഏകദേശം 72 മണിക്കൂറിനുള്ളിൽ യുദ്ധത്തിനായി ഇന്ത്യ തയ്യാറായി വരുന്നുണ്ട്. ഇത് ഞങ്ങൾ അറിയുന്നുണ്ട്. അതിനായി ഞങ്ങളുടെ മുഴുവൻ സേനയെയും ഞങ്ങൾ തയ്യാറാക്കി വച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. യുദ്ധം ആരംഭിക്കാൻ പോവുകയാണ്. ഇന്ത്യ ഞങ്ങൾക്ക് നേരെ ഒരു ആക്രമണം നടത്തുമെന്ന് ഞങ്ങൾക്ക് നന്നായി തന്നെ അറിയാം. അതിന് ഞങ്ങൾ തയ്യാറാണ്. എന്നാൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റും അവിടെ കൊടുത്തു. എന്താണ് ആ ട്വിസ്റ്റ്? കൂടുതൽ അപ്ഡേറ്റ്സ് എല്ലാം ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. ആദ്യം അറിയേണ്ടത് ഈ ട്വിസ്റ്റ്, അതിനെക്കുറിച്ചാണ്. ഞങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും തയ്യാറാണ്. ഇന്ത്യ ഞങ്ങളെ ആക്രമിക്കുമെന്ന് അറിയാം. അതിന് കാരണവുമുണ്ട്. ആക്രമിച്ചേ മതിയാകൂ. കഴിഞ്ഞ 21 വർഷത്തിൽ ഇല്ലാത്ത ഒരു ആക്രമണമാണ് സംഭവിച്ചത്. യാതൊരു പ്രതിരോധവും ഇല്ലാതിരുന്ന ജനങ്ങൾക്ക് നേരെ, നിരായുധരായിരുന്ന വിനോദസഞ്ചാരികൾക്ക് നേരെ മനുഷ്യത്വരഹിതമായ ഒരു ആക്രമണമാണ് നടന്നത്. തീർച്ചയായും ഇത് തെറ്റ് തന്നെയാണ്. മുഴുവൻ ഇന്ത്യയെയും ഒരു മതത്തിന്റെ പേരിൽ വിഭജിക്കാൻ ശ്രമിച്ചത് എല്ലാം അവിടെ സംഭവിച്ചു. ഒമർ അബ്ദുള്ളയാണ് ഇത് പറഞ്ഞത്. ഞാൻ ഇവിടെ പരാജയപ്പെട്ടു. കാശ്മീരിലെ മുഖ്യമന്ത്രിയാണ് ഈ പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് മുൻപിൽ പരാജയപ്പെട്ടു നിൽക്കുകയാണ്. ഈ സമയത്ത് ഇതിനെ സ്റ്റേറ്റ് ആക്കി മാറ്റണമെന്ന് എന്നെ കൊണ്ട് എങ്ങനെ ചോദിക്കാൻ സാധിക്കും? അവിടെ ഒരു സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായി എന്നുള്ളത് തീർച്ചയായും സമ്മതിച്ചേ മതിയാവുകയുള്ളൂ. ഈ രാജ്യത്തെ പൗരന്മാരെല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് ഒമർ അബ്ദുള്ള ചോദിച്ചു. ഇനി ഫാറൂഖ് അബ്ദുള്ള ഇതിനിടയിൽ പറഞ്ഞ വളരെ വ്യത്യസ്തമായ ഒരു കാര്യം. അദ്ദേഹം പറഞ്ഞത്, എപ്പോഴും ഞാൻ പാകിസ്ഥാനെ അനുകൂലിച്ചാണ് സംസാരിക്കുക. പക്ഷെ ഇപ്പോൾ അതിന് സാധിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് എനിക്ക് അങ്ങനെ സംസാരിക്കാൻ കഴിയുന്നില്ല. ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ അനുകൂലമായി സംസാരിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ എന്ത് തീരുമാനം എടുത്താലും ഞങ്ങൾ അതിന് ബാധ്യസ്ഥരാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. തീർച്ചയായും അദ്ദേഹം വളരെ വ്യത്യസ്തമായിട്ടാണ് ഇത് സംസാരിച്ചത്. ഇവിടെ ഫാറൂഖ് അബ്ദുള്ള, ഒമർ അബ്ദുള്ള, ഇങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും സത്യം സംസാരിക്കുകയാണ്. ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത്? പാകിസ്ഥാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഭീകര സംഘടനകൾ എന്തെല്ലാം ചെയ്യുന്നു? എന്ത് ചെയ്തു? ഇക്കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം, യാതൊരു ദയയും കാണിക്കേണ്ട എന്നാണ് ഈ നേതാക്കന്മാരെല്ലാം പറയാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞതനുസരിച്ച് നോക്കിയാൽ 72 മണിക്കൂറിനുള്ളിൽ ഇന്ത്യ ആക്രമിക്കും എന്ന് അദ്ദേഹം ഗസ് ചെയ്തതാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് അങ്ങനെയാണോ എന്നൊന്നും അറിയില്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ മുഴുവൻ സേനയും തയ്യാറാണ് എന്ന് മാത്രം അല്ല, 2 രാജ്യങ്ങളും അണുവായുധം ഉപയോഗിക്കുന്നത് അവസാനം വരെയും പരമാവധി ഒഴിവാക്കും. പക്ഷെ ഞങ്ങൾക്ക് മറ്റു മാർഗമില്ലെങ്കിൽ ഞങ്ങൾ അണുവായുധം ഉപയോഗിക്കും എന്നും പറഞ്ഞു. ഇതൊരു ഭീഷണി പോലെ പറഞ്ഞതാണ്. പാകിസ്ഥാൻ സംബന്ധിക്കുന്ന ചില അക്കൗണ്ട്സ്, അവരുടെ സോഷ്യൽ മീഡിയ, അവരുടെ ന്യൂസ് ഔട്ട്ലെറ്റ്സ്, ഇവിടങ്ങളിലെല്ലാം കാണിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ ആദ്യമായി അണുവായുധം ഉപയോഗിക്കില്ല എന്ന് പറയുന്ന ആ ട്രീറ്റിൽ സൈൻ ചെയ്തിട്ടില്ല. അപ്പോ ഇന്ത്യ ഒരല്പം ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ആരെങ്കിലും അണുവായുധം പ്രയോഗിക്കുകയാണെങ്കിൽ തിരികെ നമ്മളും ഒരു അണുവായുധം പ്രയോഗിക്കും. സെക്കൻഡായി മാത്രമേ ഉപയോഗിക്കൂ. പക്ഷെ പാകിസ്ഥാൻ പറയുന്നത് അങ്ങനൊരു ട്രീറ്റിൽ ഞങ്ങൾ സൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഫസ്റ്റ് സ്ട്രൈക്ക് നടത്താൻ പോലും ഞങ്ങൾ തയ്യാറാണ് എന്ന്. ഇന്ത്യ ഒരല്പം ശ്രദ്ധിച്ചാൽ നല്ലത് എന്നാണ് പറഞ്ഞത്. പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞതും ഏകദേശം ഒരുപോലെ തന്നെയാണ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാന് നന്നായി തന്നെ അറിയാം. ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇവർ ഒരു ഭീഷണിയാണ് ഇന്ത്യക്ക് നേരെ ഉയർത്തുന്നത്. 28-ാം തീയതി മുതൽ 30-ാം തീയതി വരെ പാകിസ്ഥാൻ അവരുടെ വ്യോമാതിർത്തിയിൽ നോട്ടം അറിയിച്ചിട്ടുണ്ട്. അതായത് അവരുടെ വ്യോമാതിർത്തിയിൽ ചില ഏരിയകളിൽ വിമാനങ്ങൾ പറക്കാൻ പാടില്ല. കൃത്യമായി പറഞ്ഞാൽ ലാഹോർ, ഇസ്ലാമാബാദ് ഇവിടങ്ങളിലെല്ലാം അവരുടെ നോട്ടം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ നോട്ടം എന്തിനാണ് എന്നൊരു ചോദ്യം വരാം. ഇത് കാരണം പല വിമാന കമ്പനികൾക്കും സേവനം ബാധിച്ചേക്കാം എന്നുള്ളത് അറിയാമായിരുന്നിട്ടും പാകിസ്ഥാൻ ഇങ്ങനെ ഒരു അറിയിപ്പ് നൽകിയതിന്റെ രഹസ്യം മനസ്സിലാകുന്നില്ല. അടുത്തായി വന്നിരിക്കുന്ന വാർത്ത തുർക്കിയുടെ വിശദീകരണമാണ്. ഞങ്ങളുടെ ചരക്ക് വിമാനം അവിടെ പോയി, പക്ഷെ ഞങ്ങൾ അതിനുള്ളിൽ യാതൊരു ആയുധങ്ങളും വെച്ച് അയച്ചിട്ടില്ല എന്ന് ഒരു വിശദീകരണം നൽകി. ശരി, തുർക്കിയുടെ കാർഗോ വിമാനത്തിൽ ആയുധങ്ങളില്ല എന്നുണ്ടെങ്കിൽ UK-യിൽ നിന്നുള്ള ഒരു ചരക്ക് വിമാനം പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഫ്ലൈറ്റ് റഡാറിൽ പോയാൽ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരുപാട് പേർ ഇതൊക്കെ കണ്ടുപിടിച്ചിടുന്ന അക്കൗണ്ട്സും ഉണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു വാർത്തയിൽ UK-യുടെ ഒരു ചരക്ക് വിമാനത്തിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. UK ഇതിനുള്ള വിശദീകരണം നൽകിയിട്ടില്ല. എന്നാൽ UK, ഇന്ത്യ, ഇനി ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ആരൊക്കെ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നുവെന്ന് നോക്കിയാൽ, തുറന്നു പറഞ്ഞാൽ അമേരിക്ക പിന്തുണ നൽകുന്നുണ്ട്. റഷ്യ, UK, ഇസ്രായേൽ, ഫ്രാൻസ്, ഇറ്റലി, ജപ്പാൻ, ഓസ്ട്രേലിയ, ഇറാൻ, ഈ രാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് പിന്തുണയായി നിൽക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ ഒരു ഭാഗം ഇന്ത്യക്ക് സപ്പോർട്ടായി നിൽക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കാം. അതേസമയം പാകിസ്ഥാൻ ആരെല്ലാം പിന്തുണ നൽകുന്നുവെന്ന് ചോദിച്ചാൽ ചൈന, ഈജിപ്ത്, തുർക്കി,
ഈ 3 രാജ്യങ്ങളും ഇപ്പോൾ പാകിസ്ഥാന് സപ്പോർട്ടായുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിടത്ത് എന്ത് സംഭവിക്കും? ഇന്ത്യയുടെ പ്രതികാര നടപടിക്ക് വേണ്ടി പാകിസ്ഥാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യക്ക് ചില കണക്കുകളുണ്ട്. പ്രധാനമായും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മുതൽ ലോകരാജ്യങ്ങളുടെ എല്ലാം സൗഹൃദങ്ങൾ വരെയും ഇന്ത്യ നോക്കേണ്ടതായി വരും. ഭാവിയിൽ ഇത് അത്യാവശ്യമാണ്. അപ്പോൾ പാകിസ്ഥാൻ ഇതിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് ചോദിച്ചാൽ ഒരുപാട് പ്രശ്നം പാകിസ്ഥാനുണ്ട്. പാകിസ്ഥാൻ ഇപ്പോൾ ഭയപ്പെടേണ്ട കാരണം, അല്ലെങ്കിൽ ഇതൊക്കെ ചർച്ചയിലൂടെ നമുക്ക് അവസാനിപ്പിക്കാം, അന്താരാഷ്ട്ര രാജ്യങ്ങളെല്ലാം വന്ന് ഈ ചർച്ചയിൽ ഏർപ്പെടണം എന്നവർ പറയാൻ കാരണം പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയാണ്. പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ IMF പോയ ഒക്ടോബർ മാസത്തിൽ അവരൊരു കാര്യം പറഞ്ഞത് അവരുടെ GDP ഗ്രോത്ത് 2.8% ആണെന്ന്. പാകിസ്ഥാൻ അതിൽ വളരെയേറെ ആഘോഷിച്ചു. നമ്മുടെ എക്കണോമി വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ്, നമ്മൾ മുന്നേറാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നാൽ അതേ IMF അടുത്ത 2 മാസത്തിൽ പറഞ്ഞത് നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥ 2.7% ആണെന്ന്. ഒരു 0.1% മൈനസ് ചെയ്തത് മാത്രമല്ല, 1 കോടിയിലധികം ജനങ്ങൾ അവിടെ വിശപ്പും പട്ടിണിയിലുമാണ്, മരിക്കേണ്ട മുനമ്പിൽ നിൽക്കുകയാണ് എന്ന ഒരു മുന്നറിയിപ്പും നൽകി. ഇവിടെ പാകിസ്ഥാൻ വളരെ അഭിമാനത്തോടു കൂടി പറഞ്ഞ ഒരു കാര്യം അവരുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് 44% വർദ്ധിച്ചു എന്നാണ്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത് വളരെ കൂടുതലാണെന്നും അതുപോലെ IT എക്സ്പോർട്സ് 24% വർദ്ധിച്ചുവെന്നും അവരുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് അവർ അഭിമാനത്തോടു കൂടി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാനിൽ ഒരു യുദ്ധം സംഭവിച്ചാൽ ഈ 44% ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് വന്നുവെന്നൊക്കെ പറഞ്ഞല്ലോ, അത് പൂർണ്ണമായും അവിടെ അവസാനിക്കും. അതുപോലെ IT എക്സ്പോർട്സ് ഒക്കെ പാകിസ്ഥാൻ മറക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. അത്രത്തോളം പാകിസ്ഥാൻ നേരെ ഇന്ത്യയുടെ അറ്റാക്ക് ഉണ്ടാകും. അപ്പോൾ വീണ്ടും പാകിസ്ഥാനിൽ സമ്പദ് വ്യവസ്ഥ വലിയൊരു തകർച്ചയിലേക്ക് പോകും. ഇതിൽ നിന്നും പാകിസ്ഥാൻ രക്ഷപ്പെടേണ്ട സാധ്യതയുണ്ടോ? 1 കിലോ ഇറച്ചി വാങ്ങണമെങ്കിൽ 300 രൂപ. മുട്ടയും പാലിന്റെയും ഒക്കെ വില ചോദിക്കുകയാണെങ്കിൽ 12 മുട്ടയ്ക്ക് 300 രൂപ ഈ ഒരു കണക്കിലാണ് വാങ്ങുന്നത്. അപ്പോൾ പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള വിലക്കയറ്റം സംഭവിക്കുകയാണ്. കഴിഞ്ഞ 50-60 വർഷം ഇല്ലാത്ത രീതിയിലുള്ള വലിയൊരു വിലക്കയറ്റമാണ് ഇവിടെ സംഭവിക്കുന്നത്. എങ്കിലും ഈ തീവ്രവാദം വിട്ട് പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ ഈ ഭീകരാക്രമണം മൂലമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഞങ്ങൾ അവരെ അടക്കി വെക്കാം എന്നൊരു വാക്ക് പാകിസ്ഥാൻ പറയാത്തതാണ് പാകിസ്ഥാന്റെ നാശത്തിന് കാരണമാകാൻ പോകുന്നത്. ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയത് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കമ്പനികളുടെ പക്കൽ നിന്ന് ഏതൊക്കെ വസ്തുക്കളാണോ എക്സ്പോർട്ട് ചെയ്യുന്നത്, അതും പാകിസ്ഥാന്റെ വ്യോമാതിർത്തി ഉപയോഗിച്ച് എക്സ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കളെല്ലാം എങ്ങനെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ള മുഴുവൻ കണക്കുകൾ എടുക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു പ്രശ്നം അവസാനിക്കാൻ എത്ര മാസം എടുക്കും എന്നറിയില്ല. പാകിസ്ഥാന്റെ വ്യോമാതിർത്തിയല്ലേ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നം കഴിയുന്നത് വരെയും നമ്മുടെ ബിസിനസ്, വ്യാപാരികൾ ആർക്കും പ്രശ്നങ്ങളൊന്നും വരാൻ പാടില്ല. പ്രധാനമായും വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ് ഇവയെല്ലാം നമ്മൾ മിഡിൽ ഈസ്റ്റിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കയറ്റുമതിക്ക് പ്രശ്നങ്ങളൊന്നും വരാൻ പാടില്ല, തടസ്സപ്പെടാൻ പാടില്ല. അതിനാൽ ഇവയെല്ലാം മറ്റേതെങ്കിലും വഴിയിലൂടെ കയറ്റുമതി ചെയ്തേ മതിയാവുകയുള്ളൂ. അതിന് ഏത് വഴികൾ ഉപയോഗിക്കാം എന്നുള്ള ചർച്ചയിലാണ് ഇന്ത്യൻ ഗവൺമെന്റ്. ബലൂചിസ്ഥാൻ പ്രവശ്യ മുഴുവൻ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. സത്യത്തിൽ പാകിസ്ഥാൻ ഇതൊരു വലിയ തലവേദനയായി തന്നെ മാറിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ഒരു 57 പേരെ ഞങ്ങൾ കൊന്നുവെന്ന് പാകിസ്ഥാൻ പറഞ്ഞാലും പാകിസ്ഥാൻ ഇടയിൽ ഇതൊരു സംഘർഷം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അടുത്തത് ഷബാസ് ഷെരീഫ്. പാകിസ്ഥാന്റെ ഇപ്പോഴുള്ള പ്രൈം മിനിസ്റ്ററായ ഷബാസ് ഷെരീഫിന്റെ സഹോദരൻ നവാസ് ഷെരീഫ് പറഞ്ഞത് എക്സ്ട്രീമായി തന്നെ ഇന്ത്യ ആക്രമിക്കും. ഇപ്പോഴത്തേക്ക് ഇന്ത്യക്ക് നേരെ നിങ്ങൾ എടുത്തു വയ്ക്കുന്ന ഓരോ ചുവടുകളും പാകിസ്ഥാൻ തിരിച്ചടിയായി മാറും. അതിനാൽ ഇന്ത്യയെ ഇപ്പോൾ എതിർക്കുന്നത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും നമ്മുടെ ജീവിതത്തിനും നല്ല കാര്യമേ ആയിരിക്കില്ല. നമ്മൾ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിന് തയ്യാറെടുക്കുകയാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് നവാസ് ഷെരീഫ് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് സത്യം മനസ്സിലായി. പാകിസ്ഥാൻ ഇപ്പോൾ ഒരു പ്രോക്സി വാറായി മാറാൻ പാടില്ല. പാകിസ്ഥാൻ ചൈനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവർ തന്നെ തീവ്രവാദത്തിന് സപ്പോർട്ടായി ഇന്ത്യയെ ആക്രമിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ തിരിച്ചടി പാകിസ്ഥാനെ ഒരു 10-15 വർഷം പിന്നിലേക്ക് തള്ളും. ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭീകരാക്രമണത്തിനെതിരെയുള്ള ഒരു സ്ട്രോങ് ആയ തീരുമാനം അവർ എടുത്തേ മതിയാവുകയുള്ളൂ. FATF-ൽ അവർ വീണ്ടും ഒരു ഗ്രേ ലിസ്റ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ലിസ്റ്റിൽ വരണം എന്ന് പറയുന്ന പല അഭിപ്രായങ്ങൾ പല നേതാക്കന്മാരും പറയുന്നുണ്ട്. ഇനി ലോകരാജ്യങ്ങളെല്ലാം സംസാരിക്കുകയാണെങ്കിൽ വീണ്ടും FATF-ൽ പാകിസ്ഥാൻ ഗ്രേ ഓർ ബ്ലാക്ക് ലിസ്റ്റിലേക്ക് കൊണ്ടുപോകപ്പെടും. അതെല്ലാം സംഭവിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ തീർച്ചയായും പാകിസ്ഥാന്റെ നാശം അവർ തന്നെ എണ്ണി തുടങ്ങേണ്ടി വരും. 72 മണിക്കൂറിൽ യുദ്ധം ആരംഭിക്കാൻ പോകുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞു. എന്നാൽ അങ്ങനെ സംഭവിച്ചാൽ ആ യുദ്ധം വഴി നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കും, അനന്തരഫലങ്ങൾ എന്തായിരിക്കും എന്നുള്ളതും അറിയാമായിരിക്കും. എന്നാൽ ഇന്ത്യ ഇത് വളരെ സൂക്ഷ്മമായി ആലോചിച്ച് ചെയ്യുന്നുണ്ട്. എന്നാൽ അതേസമയം പഹൽഗാം അറ്റാക്കിൽ ഇന്ത്യയിലെ കുറെ പേർ മരിച്ചുവല്ലോ. തീർച്ചയായും ഞങ്ങൾ അതിന് തിരിച്ചടി നൽകുക തന്നെ ചെയ്യും. ഇന്ത്യ അത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. കാണാം അടുത്ത് എന്ത് സംഭവിക്കുമെന്നുള്ളത്. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് ഇന്ത്യ എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.